വരവ് ചെലവ് കണക്കാണല്ലോ ബഡ്ജറ്റ്. അപ്പോൾ ആ തരത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ് ബഡ്ജറ്റ് കുറേയധികം ബിഗ് ടിക്കറ്റ് പ്രഖ്യാപനങ്ങളുണ്ട്. അതെല്ലാം സ്വാഗതാർഹമായ കാര്യങ്ങൾ തന്നെയാണ്. അതായത് 3 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിക്ഷേപം 3 വർഷം കൊണ്ട് സംസ്ഥാനത്ത് വരുത്തുവാനായിട്ട് ശ്രമിക്കും. പിന്നെ ടൂറിസം മേഖല, സ്വകാര്യ നിക്ഷേപം, ഇൻഡസ്ട്രിയൽ പാർക്കുകളിൽ സ്പെഷ്യൽ ഡെവലപ്മെൻറ്റ് സോൺ ചൈനീസ് മോഡൽ എന്ന് പറയുകയുണ്ടായി. പിന്നെ 3 ഹബ്ബുകളുടെ കാര്യവും പറഞ്ഞു. അതായത് വിഴിഞ്ഞം ഒരു ഹബ്ബായിട്ട് മാറ്റും. അതിന് ചുറ്റും ഏകദേശം 50 കിലോമീറ്റർ ചുറ്റളവിൽ ഭൂമിയുടെ ആവശ്യം വരും. കാരണം കമേഴ്ഷ്യൽ കോംപ്ലക്സ്, റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അങ്ങനെ ഒരു ഹബ്ബായിട്ട് വിഴിഞ്ഞം മാറും. പിന്നെ കെയർ ഹബ്ബായിട്ട് വയോധികരുടെ ക്ഷേമം അല്ലെങ്കിൽ വയോധികർ നോക്കാനായിട്ടുള്ള ആവശ്യം കേരളത്തിൽ വേണ്ടി വരും. അതൊരു പുതിയ ഐഡിയയാണ്, കെയർ ഹബ്ബായിട്ട് വരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ ഹബ്ബായിട്ട് സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടും വിദേശ യൂണിവേഴ്സിറ്റികൾ വരെ എക്സാമിൻ ചെയ്യും എന്നാണ് ധനമന്ത്രി പിന്നീട് വിശദീകരിച്ചത്. അങ്ങനെയുള്ളൊരു സമീപനം, അതിനോട് നമുക്കൊന്നും വിയോജിപ്പേയില്ല. ഇതെല്ലാം ഞാനൊരു വികസനത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നും തികച്ചും നല്ല മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രശ്നം ശരിക്കും പറഞ്ഞാൽ നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്ന പ്രശ്നം തന്നെയാണ്. അതായത് ഈ വികസനത്തിന് വേണ്ടുന്ന വിഭവം നമ്മൾ എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഉത്തരം കിട്ടാത്ത ചോദ്യമായിട്ട് നിൽക്കുന്നു. അതിന് ആരെങ്കിലും ഉത്തരം തരുന്നുണ്ടെങ്കിൽ ഞാനത് ബിലീവ് ചെയ്യാൻ തയ്യാറാണ്. ശരി, നമുക്ക് ഈ ചർച്ചയുടെ ഘട്ടത്തിൽ സുജാത അടക്കമുള്ളവരുണ്ട്. വിഭവം എവിടെ നിന്ന് കണ്ടെത്തും, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സെന്റൻസ് കൂടി പറഞ്ഞോട്ടെ അരുൺ. ഓ താങ്ക് യു. അതായത് ബഡ്ജറ്റിൻ്റെ തോത്, നമ്മുടെ ടോട്ടൽ ബഡ്ജറ്റിൻ്റെ സൈസ് 2021-22 1,63,000 crores ആയിരുന്നു. 1,63,000. 23-24 കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ 1,76,000 crores ആയിരുന്നു. ഇപ്പോൾ അതായത് 21-22 163 നിന്നും ഈ വർഷം അവസാനിക്കുമ്പോൾ നമ്മൾ കണക്കാക്കുന്നത് 1,68,000 ഉള്ളൂ. അപ്പം മൊത്തം സ്പെൻഡിങ്, ഈ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്താലാണ് വളർച്ചയുണ്ടാവുക. സാധാരണ അംഗീകരിക്കപ്പെട്ട ഒരു തത്വം. ഗവൺമെൻറ് സൈസ് ഓഫ് ദ ബഡ്ജറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ കാഴ്ചപ്പാടിൽ. അതിൽ നമുക്ക് വേണ്ടവണ്ണമുള്ള ഒരു ഇൻക്രീസ് സൈസ് ഓഫ് ദ ബഡ്ജറ്റിൽ വരുത്താൻ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണങ്ങൾ പലതാണ്. അതൊരു ഒബ്സർവേഷൻ. Okay. You are watching Reporter Evening Show.